ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ നടന്ന തന്നെ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രേതങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ഇല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇതുപോലത്തെ ഒരു അനുഭവങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ BGM ഇട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ക്ലാരിറ്റി ഇല്ല, BGMൻ്റെ ഇത് കാരണം കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റോറിയല്ല, ഇത് ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. അപ്പോൾ വീഡിയോയിലോട്ടൊന്ന് പോവാം. ഹായ് ഗായ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ ഒരുപാട് നാൾക്ക് എനിക്കൊന്ന് 2022 തോന്നുന്നു ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവം ഞാൻ എൻ്റെ ഈ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് പറയുന്നത് തട്ടിപ്പാണ്, കുറേ പേര് പറയുന്നത് ഇതൊക്കെ വിശ്വസിക്കാമോ, ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവരാണോ, കണ്ടിട്ടുണ്ടോ, പിന്നെന്താ പറയണത്, ഞാൻ BGM ഒക്കെ ഇട്ടിട്ടാണ് അത് അവതരിപ്പിച്ചത്, അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും കേൾക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യമല്ല ഞാനിത് പറയുന്ന, ആ നടന്ന സംഭവമല്ല. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയല്ല, എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരിലാണ്, എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയം തൊട്ട് ആണ് ഞാൻ ഈ ഒരു എന്താ പറയുക, എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഇത് എനിക്ക് എന്നെ കൂടുതലായിട്ട് അലട്ടാൻ തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 വർഷത്തിന് മുന്നേ നടന്നൊരു സംഭവമാണ്. 3 വർഷം, എൻ്റെ കുഞ്ഞിനൊരു 3 വയസ്സായി. അപ്പോൾ ആ സമയത്ത് തുടങ്ങിയൊരു സംഭവമാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണും. ചിലപ്പം മിക്ക ദിവസങ്ങളിലും ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ പാമ്പിൻ്റെ സ്വപ്നങ്ങളായിരിക്കും. സർപ്പങ്ങൾ, അത് വലിയ വലിയ നാഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അണലി, മൂർഖൻ. അപ്പോൾ ട്രെൻഡിങ് അല്ലേ, ഇപ്പോൾ നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും വാർത്തകൾ കണ്ടു കഴിഞ്ഞാലും എന്താ പറയുക, എവിടെ നോക്കിയാലും പാമ്പുകളുടെയാണ്. ചിലപ്പോൾ അതുകൊണ്ട് അതെൻ്റെ മൈൻഡിൽ റീഡായിട്ടിട്ട് അങ്ങനെ സ്വപ്നം കണ്ടതെന്ന് ആൾക്കാർ പറയാം. പക്ഷേ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു ടൈമിൽ ഫുള്ള് കണ്ടുകൊണ്ടിരുന്നത് ഈ പേടിപ്പിക്കണ ഈ പാമ്പുകളുടെ സ്വപ്നമാണ്. അപ്പോൾ കുറേ നാൾക്ക് ഇതിപ്പോൾ ഇവർ രാവിലെ, ചേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ജോലിക്ക് പോകും, അച്ഛൻ പുറത്ത് പോകും. രാവിലെ എവിടെയെങ്കിലുമൊക്കെ അച്ഛൻ പോകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ഒരു 4-5 മാസമൊക്കെ ആവും. ആ സമയത്ത് ഞാൻ എന്താവും, രാവിലെ എണീറ്റ് ഫുഡൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ കിച്ചണിലാണ് കേട്ടോ. അപ്പം നമ്മുടെ ബാക്കിലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരാളുടെ പ്രസൻസ് നമുക്ക് എങ്ങനെയെങ്കിലും ഫീൽ ചെയ്യൂലേ. അതായത് ഒരാൾ നമ്മളെ ബാക്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തുണ്ടാകുന്നൊരു പ്രസൻസ് ഉണ്ടല്ലോ, അത് എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബാക്കിലായിട്ട് ആരോ നിൽക്കുന്ന പോലെ. അപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. ഓക്കെ, അതെൻ്റെ തോന്നലാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതങ്ങ് കളഞ്ഞു. അങ്ങനെ ഞാൻ കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അടുത്ത റൂമിലായിട്ട് ഈ സ്വിച്ച് ഇടും, സ്വിച്ച് ഓഫാക്കും, സ്വിച്ച് ഓണാക്കും, ഓഫാക്കും. അങ്ങനെ ഈ ഓണാക്കി ഓഫാക്കി കളിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി അച്ഛൻ റൂമിൽ വന്നിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്തൊക്കെ പോയി റൂം തുറന്ന് നോക്കി. അപ്പം അച്ഛനവിടെ ഇല്ല, അച്ഛനില്ല. ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി. പിന്നെ ആ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്, അവിടെ ആരുമില്ല. ഞാൻ ഓരോ റൂമിലും നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. പക്ഷെ ഞാൻ കേട്ട സൗണ്ട് അത് കറക്റ്റായിട്ട് ഞാൻ കേട്ടിട്ടുമുണ്ട്. ഞാനും ആലോചിച്ചു, എടാ ഇതെന്തായിരിക്കും, ഞാൻ മാത്രം എന്ത് ഇങ്ങനെയൊക്കെ കേൾക്കണേ. എനിക്കെന്താ ഭയങ്കരമായിട്ടൊരു പേടി അനുഭവപ്പെട്ടു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ റൂമിൽ കയറി ഡോറ് ക്ലോസ് ചെയ്ത് കിടന്നു. അപ്പം ഇത് എനിക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പം അന്ന് രാത്രി ഇപ്പം ചേട്ടൻ വന്നിട്ട് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ സൗണ്ട് കേട്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല, വേറെ എന്തെങ്കിലും സൗണ്ടാണെന്നൊക്കെ പറഞ്ഞ് വിട്ടു. അപ്പം അന്ന് രാത്രി ഞാൻ കണ്ട ഒരു സ്വപ്നമാണേ, ഒരു കുഞ്ഞാവ, കൊച്ച്, അത്രയ്ക്ക് 1 വയസ്സൊന്നും ആണല്ലോ, ഒരു വയസ്സ് 1.5 വയസ്സുണ്ടാവും. ഞാൻ കണ്ടതാണ്, എന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചതാണ് ആ ഒരു ഫീല്, സ്വപ്നത്തിലേ അല്ല. അപ്പോൾ ഞാനിങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ കിടക്കുന്നത് ഈ ബെഡിൻ്റെ അങ്ങ് അറ്റത്തെ സൈഡിലാണ് കേട്ടോ. ആ സൈഡിലാണ് ഞാൻ കിടക്കാറ്. ഫസ്റ്റൊക്കെ സമയത്ത് ഞാൻ കിടന്നുകൊണ്ടിരുന്നത് ഇപ്പുറത്തെ സൈഡിലാണ്, മതിലോട് ചേർന്ന് കിടക്കണതായിരുന്നു എനിക്കിഷ്ടം. പിന്നെ ഞാൻ എന്താക്കി, അപ്പുറത്തെ സൈഡിലോട്ടാക്കി. അപ്പോൾ ആ സൈഡിൽ ഞാൻ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ താഴെയായിട്ട് നമ്മൾ കട്ടിലിൻ്റെ താഴെ ഒരു കുട്ടി ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നു. എന്നിട്ട് എണീറ്റ് ഇട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നേ. അപ്പോൾ ഞാൻ ഇതെന്താ അപ്പാ ഇങ്ങനെ നോക്കുന്നത്, ഇതാരാണ് എന്ന് പറഞ്ഞ് നോക്കണം. പക്ഷേ എനിക്ക് സംസാരിക്കണമെന്നുണ്ട്, എൻ്റെ വർത്താനം ഒന്നും പേടിച്ചിട്ട് പുറത്ത് വരുന്നില്ല. പ്രഗ്നൻറ്റും കൂടെ അല്ലേ, ഓവറായിട്ട് ടെൻഷൻ അടിക്കാൻ പാടില്ലല്ലോ.
അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കിടക്കണം നേരെയായിട്ട് ഇതുണ്ട്, അലമാരയുണ്ട്. അലമാരയുടെ ഗ്ലാസ് വഴി ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ആ കുട്ടി എന്നെ ഇങ്ങനെ തുപ്പിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനെന്താ, എന്നിട്ട് ഞാൻ ഇങ്ങനെ പേടിച്ച് വരാണ്ടിരിക്കുകയാണ്. എനിക്ക് സൗണ്ടൊന്നും പുറത്ത് വരുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, അങ്ങനത്തെ ഉള്ളൊരവസ്ഥ. എന്നിട്ട് ഈ കുട്ടി പെട്ടെന്ന് ചാടിപ്പോയി എണീറ്റ് നേരെ ആ എന്താ പറയുക, അലമാരയുടെ ഫ്രണ്ടിലോട്ട് പോയി ഇങ്ങനെ നിന്ന് എന്നെ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് തിരിച്ച് വന്ന് എൻ്റെ വയറിൽ ഇങ്ങനെ അമർത്തി പിടിച്ചു. ആ പെയിൻ കാരണം എൻ്റെ സൗണ്ട് വെളിയിൽ വന്നു. അങ്ങനെ ചേട്ടൻ ഇട്ട് നോക്കി, ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ആരുമില്ല. പക്ഷേ സീരിയസ്ലി മൂത്രമഴ പോയി ഗൈസ്, മൂത്രം വരെ പോയൊരു അനുഭവമാണ് ഇത്. ഞാൻ കണ്ണ് തുറന്ന് കണ്ട സംഭവമാണ്. ഇത് ആരാണ് എന്താണെന്നും എനിക്കറിയില്ല. ഇതെൻ്റെ ചിലപ്പോൾ ഉറക്കത്തിലാണോ, അല്ല ഉറങ്ങിയിട്ടില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ കിടക്കുകയായിരുന്നു. നമ്മൾ ഉറക്കത്തിൽ എണീക്കുന്ന ഒരു ടൈമില്ലേ, ഞാനൊരു എങ്ങനെ പോകുന്നാൽ ഈ പ്രഗ്നൻസി ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥതയുള്ള ടൈമാണ്. കാരണം കുട്ടി പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് കുട്ടി ജനിക്കുന്ന ടൈം വരെ എനിക്ക് വൊമിറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല പോലെ ഫുഡ് കഴിക്കാനോ റെസ്റ്റ് എടുക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. ഉറക്കം തരാൻ നേരെ കിട്ടാത്തൊരവസ്ഥയായിരുന്നു ഒന്ന്. അപ്പോൾ ഈ ഒരു 2 മണി ഒരു 1:30 ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഉറക്കം എണീക്കും, ഓട്ടോമാറ്റിക്കലി എണീറ്റ് കിടക്ക തന്നെ ഉണ്ടാവും, പക്ഷേ ഉണർന്ന് കിടക്കും. ആ ഒരു സമയത്താണ് ഞാൻ ഇത് കണ്ടത്. ഇതൊരിക്കലും ഞാൻ കള്ളം പറയുന്നതല്ല, ഞാൻ റിയലായിട്ട് കണ്ട ഒരു എക്സ്പീരിയൻസാണ്. അങ്ങനെ ഇതൊക്കെ പോയി കഴിഞ്ഞു. കുറേ ദിവസങ്ങളായി. ഞാൻ അടുത്ത ദിവസം ഞാൻ ഈ കാര്യം ഞാൻ ഷെയർ ചെയ്യാം. അപ്പോഴും ഇവരാരും തന്നെ ഇത് വലിയ മുഖവരിക്കിടത്തില്ല. ചുമ്മാ പറയുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ ഉറക്കപ്പിച്ചാണ്, ഉറക്കത്തോന്നൽ കൊണ്ടാണ്, സ്വപ്നം കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് മുന്തി തള്ളിയിട്ടു. കുറേ നാൾ കഴിഞ്ഞിട്ട് എന്താക്കി, പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്വപ്നത്തിൽ വിളിക്കാൻ തുടങ്ങി. സ്വപ്നം കണ്ട് അലറാൻ തുടങ്ങി, അലറി എണീക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ഡിസ്റ്റർബൻസ് ആണ്. എന്താ ഇങ്ങനെ പേടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നും ഇങ്ങനെ ഓരോ സംസാരം രാവിലെ ആകുമ്പോഴത്തേക്കും അവളിങ്ങനെ സ്വപ്നം കണ്ട് പേടിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല എന്നൊക്കെ ഉള്ള ടോക്കുണ്ട്. കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളെ വീടിൻ്റെ ഈ 4 ചുറ്റിനും, അപ്പോൾ ഞങ്ങളുടെ വീടിൽ ഇപ്പോൾ ഞാൻ കിടക്കുന്ന റൂമിൽ 2 വിൻഡോ ഉണ്ട് ഗൈസ്. ഒരു സൈഡ്, ഒന്ന് ഞാൻ കിടക്കുന്ന തലയുടെ മുകളിലായിട്ടൊരു വിൻഡോ, പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് അങ്ങനെ 2 വിൻഡോ ഉണ്ട്. അപ്പോൾ ഒരു വിൻഡോ, നമ്മൾ ഈ വിൻഡോയുടെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. ഞാൻ കിടക്കുമ്പോൾ ഞാൻ മാത്രം കേൾക്കുന്ന സൗണ്ടാണ് ഇങ്ങനെ ചിലങ്കയുടെ സൗണ്ട്, ചിലമ്പിൻ്റെയോ ചങ്ങലയുടെയോ ഒരു വലിയൊരു സൗണ്ട്. അപ്പോൾ ഈ സൗണ്ട് വെച്ച് ഇങ്ങനെ നടന്ന് നമ്മൾ ഈ ഒരു 4 ചുറ്റും ഈ മതിലിന്, അതായത് ഈ പുറത്തൊരു പേഴ്സൺ ഇങ്ങനെ നടന്ന് ഈ ചിലങ്കയുടെ സൗണ്ട് ഇങ്ങനെ എനിക്കിത് കേൾക്കാം. ഇത് എവിടെ കൂടെ പോകുന്നു, ഇവിടെ നിന്ന് തുടങ്ങി നമ്മുടെ ഈ വീടിന് വലം വെച്ച് ഇങ്ങനെ നടക്കും. അത് സൗണ്ട് ഇങ്ങനെ കൂടി വരും. അത് എനിക്ക് മാത്രമേ കേൾക്കുള്ളൂ, ഞാൻ മാത്രമേ കേൾക്കുള്ളൂ. ഇത് എന്താണ്? ഞാനപ്പോൾ എണീറ്റ് പേടിച്ചിട്ട് മിക്ക രാത്രികളും പേടിച്ച് ഈ സൗണ്ട് കേട്ട് എനിക്ക് ഉറക്കമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്നിട്ട് ഞാൻ തട്ടി വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അത് ചേട്ടന് കേൾക്കണില്ലേ എന്നൊക്കെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കും. അറിയില്ല, എനിക്ക് കേൾക്കണില്ല, അത് ചീവീടിൻ്റെ സൗണ്ടായിരിക്കും. ചീവീടിൻ്റെ സൗണ്ടേ അല്ല ഗൈസ്, ഞാൻ കേട്ട സൗണ്ടാണ്. ചങ്ങലയല്ല, ചിലമ്പുമല്ല, ചിലങ്കയല്ലാത്തൊരു വലിയ സൗണ്ട്. ചവിട്ടി ഒരു പേഴ്സൺ ഇങ്ങനെ നടന്ന് ചിലങ്കയിട്ട് ചവിട്ടി നടന്ന് നമ്മുടെ വീടിന് ചുറ്റും ഇപ്പം ഏത് മൂല എത്തിയെന്ന് വരെ ഞാൻ പറയും. അങ്ങനെ കറക്റ്റായിട്ട് കേൾക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ഈ പേടികളൊക്കെ കൂടി. അടുത്ത ദിവസം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് പറ്റണില്ല, ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എനിക്ക് തീരെ വയ്യ. അപ്പം അന്ന് പനിയൊക്കെ കുറച്ച് ചൂടൊക്കെ കൂടി, പ്രഗ്നൻസി ടൈം തൊട്ടാണ് കേട്ടോ. അത് ഈ സമയം വരെ ഇപ്പോഴും ഞാൻ ആ സൗണ്ടിന് ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞുതരാം. അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ സംസാരം കൂടി വന്നപ്പോഴത്തേക്ക് എന്തായാലും ഇവിടെ പ്രശ്നം വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കണിയൻ്റെ അടുത്ത് പ്രശ്നം വെച്ചപ്പോഴത്തേക്കാണ് പറയുന്നത്, ഈ നമ്മുടെ പറമ്പിൽ, ചേട്ടൻ ഇരുന്ന് ഈ പറമ്പിൽ മുന്നേ എന്താ പറയുക, ഇവിടുത്തെ അമ്മാമ്മ അച്ചമ്മ ഇവിടെ എന്താ പറയുക വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചാത്തന് വിളക്ക് വെക്കും, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വെക്കാതെ വന്നപ്പോൾ അതിൻ്റെ സാദൃശ്യമുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഇത് ഇവിടെ ഇപ്പോഴും വിട്ട് മാറിയിട്ടില്ല ഈ പറമ്പിൽ. അതുപോലെ തന്നെ ഇവിടെ ഒരു എന്താ പറയുക യക്ഷി ഇവിടെ കുടിയിരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ പറമ്പ് വിട്ട് പോവുള്ളൂ എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടന്നിട്ടുള്ളത്. ചാത്തനാണോ എന്താ പറയുക, ചാത്തനായിരിക്കും. എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവില്ല, അന്ന് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കുറേ നാളായില്ല, ഇപ്പോൾ മറവി ഉണ്ടാവില്ലേ. അപ്പോൾ
ഇത് എൻ്റെ ലൈഫിൽ നടന്നതാണ് ഗൈസ്. അപ്പോൾ ഇതുപോലത്തുള്ള സൗണ്ടുകളൊക്കെ നിങ്ങൾക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾ എന്താണ് ഗൈസ് ഞാൻ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് കമൻറ്റ് ഇടാത്തത്? ഇതിൽ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ഇടണം. കമൻറ്റ് ഇടണേ. അപ്പോൾ എന്തായാലും റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ ബൈ.